യുദ്ധം ശരിയാണെന്ന് പറയുന്നത് കൈവക്കുക, യുദ്ധം തെറ്റാണെന്ന് പറയുന്നത് കൈവക്കുക. യുദ്ധം ശരിയാണെന്ന് പറയുന്നവർ എത്ര പേര്? കൈവക്ക്, പ്രശ്നമില്ല. ഒരു പട്ടാളക്കാരന്റെ മോളായപ്പോഴായിരിക്കും കൈമുക്കിന് പകുതി താഴ്ത്തത് അല്ലേ? ചന്ദ്രൻ അല്ലേ? അല്ലേ ചന്ദ്രൻ കൈമുക്കിയില്ലേ? യുദ്ധം ശരിയാണ്, യുദ്ധം തെറ്റാണെന്ന് പറയുന്നവർ കൈമുക്കി. ഇതിലൊന്നും പെടാത്തവർ എത്ര പേര് ചന്ദ്രൻ കൈമുക്കിയാണ്? അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? യുദ്ധം തെറ്റാണെന്ന് പറയുമ്പോൾ മാത്രമേ സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ? യുദ്ധം ശരിയാണെന്ന് പറയുമ്പോൾ അതിന്റെ വേറെ വഴികൾ നമ്മൾ ആലോചിക്കും അല്ലെ? ഇതിൽ ഒന്നിനും പെടാത്തവർ എന്ന രീതിയിലേക്ക് നമ്മൾ നിൽക്കരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ. അത് നിങ്ങളുടെ നെഗറ്റീവ് പ്രവൃത്തികളെ പിന്നിൽ. കാരണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഇതേപോലെ നെഗറ്റീവായി പോയിക്കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ യുദ്ധം തെറ്റാണെന്ന് പറയുന്നവർ ഇനി കഴിയും, ശരിയാണെന്ന് പറയുന്നവർ കൈവക്കും. ഇപ്പൊ യുദ്ധം ശരിയാണ്, ഏറ്റവും കൂടുതൽ ഭാഷ യുദ്ധം ശരിയാണ് എന്നതാണ്. അപ്പോ ഓക്കെ, ഇന്ന് ലോകത്തിന്റെ ഏറ്റവും തീരദുഃഖമായിട്ടുള്ള ഓഗസ്റ്റ് 6 അല്ലേ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ സത്യകക്ഷികൾക്ക് വേണ്ടി അമേരിക്ക നടത്തിയ ഒരു കിരാത യുദ്ധം, ഒരു ന്യൂക്ലിയർ വെപ്പൺ ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ആ രണ്ടാം ലോക മഹായുദ്ധകാലങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായിരുന്നു, സൈനിക ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നു. ആ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തീരുമാനിച്ചു, ഒരു ഏഷ്യൻ രാജ്യം ഇതേപോലെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കാതെ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. അതിന് സപ്പോർട്ടിംഗ് ആയി അമേരിക്ക. അങ്ങനെ അമേരിക്ക അവസാനം അവർ നിർമ്മിച്ച ന്യൂക്ലിയർ വെപ്പൺ ഇന്ന് അവിടെ ഉപയോഗിച്ച ഹിരോഷിമ നാഗസാക്കിയിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ വെപ്പണേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള വെപ്പണാണ് ഓരോ രാജ്യങ്ങളുടെ കയ്യിലുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക ഉപയോഗിച്ചതിനേക്കാൾ 60 മടങ്ങ് ശക്തിയുള്ള വെപ്പണാണ്, ന്യൂക്ലിയർ വെപ്പണാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി ഒരു ന്യൂക്ലിയർ വെപ്പൺ ഒരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യുദ്ധം ലോകത്താകമാനം യുദ്ധങ്ങളാണ് നടന്നത് അല്ലെ? യുദ്ധങ്ങളാണ് നടന്നത്. ഇതിലെ പാലസ്തീനും അതേപോലെ നമ്മുടെ ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നു. കുറേ വർഷങ്ങളായി യുദ്ധം നടന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു. അതേപോലെ അമേരിക്കയും ഇറാനും തമ്മിൽ സഖ്യകക്ഷികളും തമ്മിൽ യുദ്ധം നടന്നു. ഫിസിക്കൽ വാർ എവിടെയും സക്സസ് അല്ല. ഫിസിക്കൽ വാർ എവിടെയും സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു പാലസ്തീൻ എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ ശക്തി ഇല്ലാതാക്കിക്കൊണ്ട് ആ ശക്തികളെ ഇല്ലാതാക്കുന്നത് പാലസ്തീൻ തന്നെ ഇല്ലാതാക്കുന്നില്ല. സംഭവിച്ചു ഇല്ല. റഷ്യ വലിയൊരു ശക്തിയായത്, ഉക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്, റഷ്യയുടെ വലിയ രാജ്യമാണ്. പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ഉക്രൈൻ. പക്ഷേ ആ ഉക്രൈൻ പ്രതിരോധിച്ചുകൊണ്ടോ ഇല്ലേ? ആ ശക്തി അദ്ദേഹത്തിന് തകർക്കാൻ വേണ്ടി പറ്റും. ഇറാൻ 8 രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ ഇറാൻ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു, അവസാനിച്ചു. അപ്പോൾ ഫിസിക്കൽ വാർ സക്സസ് ആണ്. അത് നമ്മളെ ആരും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹിരോഷിമ നാഗസാക്കിയിൽ ഓഗസ്റ്റ് 1945 ഓഗസ്റ്റ് 6 അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പൺ ഒരു പേര് നൽകി. ആ പേരാണ് ലിറ്റിൽ ബോയ് എന്ന വെപ്പൺ. അമേരിക്കക്ക് പോലും അറിയില്ല ഇത് എത്ര കണ്ട് വ്യാപ്തിയാണ്. പക്ഷെ ആ വെപ്പൺ പ്രയോഗിച്ചപ്പോൾ മിനിറ്റുകൾ കൊണ്ട് 1,00,000-ൽ കൂടുതൽ ആൾക്കാരാണ് 1,00,000-ൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു. അവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ കരിഞ്ഞുപോയി, അതേപോലെ ബിൽഡിംഗൊക്കെ തകർന്നു. ഒരു എന്താ പറയുക വിപത്ത്, ഒരു അഗ്നിഗോളമായി തീർന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ നാഗസാക്കി
ഒരു ബാറ്റ്മാൻ എന്ന് പറയുന്ന രണ്ടാമതൊരു ന്യൂക്ലിയർ വെപ്പൺ പേര് ബാറ്റ്മാൻ എന്നൊരു വെപ്പണുണ്ട്. അവിടെ അതിൽ ആ വെപ്പണിൽ അതിന്റെ ആകാശങ്ങളിൽ 1.5 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് മരണപ്പെട്ടത്. ഏകദേശം ജപ്പാനിൽ മാത്രം 3 ലക്ഷത്തിൽ പരം ആൾക്കാർ മരണപ്പെട്ടു. അംഗവൈകല്യങ്ങൾ സംഭവിച്ചതിലൂടെ അതിന് കണക്കേയില്ല. പക്ഷെ അവിടെ അതിന്റെ വിഘാത ആഘാതം എന്നത് അവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓട്ടിസം, സെർബൽ പാസി, ഇതേപോലുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ജനിക്കുന്നത്. പിന്നെ ക്യാൻസർ പേഷ്യന്റ്, അങ്ങനെ ആരും ഒരു ജീവനില്ലാത്ത ഒരവസ്ഥ വന്നു. അതിന് ഏറ്റവും വ്യാപ്തി അങ്ങനെ വർഷങ്ങളോളം നീണ്ടുന്നു. ഏകദേശം 10, 25, 30 വർഷത്തോളം അത് രാമാങ്ങൾ നീണ്ടുനിന്ന് ആഘാതങ്ങൾ പേടിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പേരാണ് ജപ്പാൻ. പക്ഷെ ജപ്പാൻ സഹനശക്തിയോടുകൂടിയുണ്ട്. ജപ്പാൻ ഇങ്ങനെ ഒരു ആഘാതം സംഭവിച്ചാൽ ലോകത്തിന്റെ നെറുകയിൽ ഉയർന്നു തരാൻ സാധിക്കില്ല. അവർ തീരുമാനിച്ചു, ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുന്നവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് തീരുമാനിച്ചു. കരയിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അവർ കടൽ മാർഗമുള്ള വ്യവസായങ്ങൾ തുടങ്ങി. കടൽ മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. ഇന്ന് ജപ്പാൻ ടെക്നോളജിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ലോകത്തിൽ കാണാത്ത ശക്തിയാണ്, അല്ലേ? ജപ്പാൻ ടെക്നോളജി നമ്മൾ കാണാറില്ലേ? അതാണ് ജപ്പാൻ. കാരണം സഹനശക്തിയോട് കൂടി നിന്ന് ഉയർന്നു വന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അങ്ങനെയാണ് ആ യുദ്ധത്തിന്റെ വ്യാപ്തിയായത്. പക്ഷേ ഞാൻ പറയുന്നു, യുദ്ധം ഒരു ശരിയാണ്, ചില സന്ദർഭത്തിൽ ഒരു ശരിയാണ്. കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സൈനികനായതുകൊണ്ട് ധർമ്മസുന്ദരമായിട്ടുള്ള ഇദ്ദേഹം പട്ടണക്കാരായതുകൊണ്ടാണ് ചിന്തിച്ചത്. എന്റെ ഇവർക്ക് പണിയില്ലാവുന്നത്. യുദ്ധത്തിലേക്ക് നമുക്ക് പണിയില്ലല്ലോ, പട്ടാളക്കാർക്ക് പണിയില്ലല്ലോ. പക്ഷേ യുദ്ധം ഒരു ശരി എന്ന് പറയാൻ കാരണം നമ്മുടെ രാജ്യം ആരോടും യുദ്ധത്തെ അഭിമുഖീകരിക്കും. നമ്മുടെ രാജ്യം ഭാരതമല്ല, നമ്മുടെ രാജ്യം ഇന്ത്യ. ആരോടും യുദ്ധത്തിൽ അഭിമുഖീകരിക്കും. 48 പാകിസ്ഥാനുമായി, 1962 ചൈനയുമായി, 1965 വീണ്ടും പാകിസ്ഥാനുമായി, 1979 വീണ്ടും പാകിസ്ഥാനുമായി, ബംഗ്ലാദേശ്, പിന്നെ 99 പാകിസ്ഥാനുമായി കാർഗിൽ യുദ്ധം. അടുത്ത ജൂലൈ 26 കാർഗിൽ ഓപ്പറേഷൻ വിജയ്. അങ്ങനെ അവസാനത്തെ യുദ്ധത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. 2025 ഓപ്പറേഷൻ സിന്ധുവും അഭിമുഖീകരിച്ചു. അങ്ങനെ ആരോടും യുദ്ധത്തിന് അഭിമുഖീകരിച്ചു. പക്ഷെ നമ്മുടെ യുദ്ധം എന്നത് ഞാൻ ശരിയെന്ന് പറയാൻ കാരണം നമ്മുടെ യുദ്ധം ഒരു പാശ്ചാത്യ രാജ്യങ്ങളിനകത്ത് കയറിക്കൊണ്ട് അധിനിവേശ യുദ്ധമല്ല നമ്മൾ നടന്നത്. നമ്മുടെ യുദ്ധകാലത്ത് പ്രതിരോധ യുദ്ധമാണ് നമ്മൾ നടത്തിയത്, അല്ലെ? ഒരു രാജ്യത്തെയും അങ്ങോട്ടേക്ക് ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഇല്ലാതാക്കി ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഇനി നമ്മുടെ നാട് എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ നടത്തിയ യുദ്ധമാണ് പ്രതിരോധ യുദ്ധം. ഈ പ്രതിരോധ യുദ്ധം ലോകത്തിന് മാതൃകയായിട്ടുള്ളതാണ്. ലോകത്തില് 8 ദിവസം കൊണ്ട് ഒരു യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു, ഇല്ലേ? ഓപ്പറേഷൻ സിന്ധു കണ്ടിട്ട് പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങളൊക്കെ വനിതകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ സേനയിൽ ചെയ്യാൻ അത്ര ആഗ്രഹിക്കുന്നത് കഴിവും സെൽഫ് കോൺഫിഡൻസോടുകൂടി കൈമുക്ക് ഇന്ത്യൻ സേനയിൽ ചേരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നത്? ഗുഡ്. എന്റെ പ്രിയപ്പെട്ട വനിതകളായിട്ടുള്ള നിങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മുടെ രാജ്യം എന്തുമായിക്കോട്ടെ, പൊളിറ്റിക്സ് എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആരും തന്നെ ഭരിച്ചോട്ടെ, പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് നിയമവ്യവസ്ഥ, നമ്മുടെ രാജ്യത്തിൽ നിന്ന് നിയമവ്യവസ്ഥ ഭരിക്കുന്നവരല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സേനാ വിഭാഗം എന്നത് ശാന്തതയോടുകൂടി സഹനശക്തിയോടുകൂടി രാജ്യത്തെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ രാജ്യത്തുണ്ട്. ആ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ വനിതകളായിട്ടുള്ള നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നത് നമ്മുടെ രാജ്യത്ത് ജനിക്കാൻ കഴിയുന്ന ആദ്യം അഭിമാനിക്കണം. രണ്ടാമത്തത്, ഈ ഓപ്പറേഷൻ സിന്ധുവിൽ ലോകത്തെ അഭിസംബോധന ചെയ്തത് 2 ധീര വനിതകളായ അവരുടെ പേരറിയോ? സോഫിയ ഖുറൈഷി, ബിഗ് കമാൻഡർ വയോമിക സിംഗ് എന്ന് പറയുന്ന 2 ധീര വനിതകളാണ് ലോകത്തിന്
നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരണം കൊടുത്തതും എല്ലാ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ യുദ്ധത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ധീരവനിതകളെ ലോകമൊന്നടങ്കം വാഴ്ത്തി. ഇന്ത്യൻ വനിതകൾ എത്രമാത്രം ധൈര്യശാലികളാണ്. അവർ ഈ യുദ്ധത്തെ കുറിച്ച് പോലും ലോകത്തിന് അഭിസംബോധന ചെയ്തു. അപ്പോൾ അടുത്ത ഒരു സോഫിയ ഖുറേഷി വയോമിക സിംഗ് നിങ്ങളാണ് ഞാനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കണം എന്ന് ചിന്തിക്കണം. അപ്പോൾ യുദ്ധം ഒരു ശരിയാണ്, ചില സന്ദർഭത്തിൽ യുദ്ധം ഒരു തെറ്റാണ്. പക്ഷേ നമ്മൾ അവരും ചിന്തിക്കുന്നത് യുദ്ധത്തെ കുറിച്ച് തെറ്റും ശരിയും ഒക്കെ ഞങ്ങൾ അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾക്ക് തമ്മിലാണ് തർക്കങ്ങൾ നടത്തുന്നത് അല്ലെ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ തമ്മിലാണ് തർക്കങ്ങൾ നടത്തുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ തിരുവനന്തപുരം ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ഗോകുലം മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു കുട്ടിയോട് ചോദിച്ചു. കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ പൈശാചികമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ പൈശാചികമായിട്ടാണ് യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചത്, നിങ്ങൾ പൈശാചികമായിട്ടാണ് നിങ്ങൾ അതിനെ അഭിസംബോധന ചെയ്തത്, അത് തികച്ചും തെറ്റാണ്. ഞാൻ പറഞ്ഞു അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ശരിയായിട്ട് ഒരു തെറ്റിനെ തെറ്റായി കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ശരിയാണ് എന്ന് തോന്നിയിട്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നമ്മളൊക്കെ എല്ലാവരും പറയുന്നില്ലേ നമ്മുടെ വീടിന്റെ മതിൽ കെട്ടുകൾ തീർത്തുകൊണ്ട് അല്ലെ, അതിൽ കൂടാതെ വീട്ടിൽ ഡോഗിനെ വളർത്തിക്കൊണ്ട് വീട്ടിൽ ക്യാമറയിൽ വെച്ചുകൊണ്ട് അതിർത്തികളിൽ നിന്ന് പരസ്പരം കാണുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ ചെറിയനോ അല്ലെങ്കിൽ വലിയനോ ഒരു കുടുംബത്തിലെ അപ്പോഴും വീട്ടിൽ കയറാതെ കാണുന്നതിലേക്ക് വീട്ടിച്ചുകൊണ്ട് ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റുമോ? സാധിക്കുമോ? നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മളെല്ലാവരും സഹപ്രവർത്തകരാണ്. നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ടാണ് മതേതര സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഏതൊരാൾക്കും എന്റെ പറമ്പിൽ എപ്പോഴും കയറാനുള്ള ഒരു അവകാശം ഇതിലുണ്ട് എന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അതിർത്തി തർക്കങ്ങൾ വരുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസ് ക്രിമിനൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി തർക്കങ്ങളാണ്. മതിലുകൾ പൊളിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ സ്വയം വിലയിരുത്തണം മക്കളെ. കാരണം ഓക്കെ, ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അത് ആരുമായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നമ്മൾ സൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതം. അതാണ് ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടി പറ്റും, അല്ലെ ജീവിച്ച് കാണിക്കാൻ വേണ്ടി പറ്റും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മളിപ്പോ പറയുന്നത് ആരോഗ്യം, ആരോഗ്യം, സേവനം, സൗഹൃദം എന്ന് പറയുന്നത് നല്ല മനുഷ്യനായി എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നത് ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ സമയം ദീർഘിപ്പിക്കും. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത്രയും സമയം നിങ്ങൾ വിളിച്ചത് നിങ്ങളുമായി ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടായി അല്ലേ അതുകൊണ്ടാ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊള്ളണം. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ്. കാരണം മനേഷ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചത് മനേഷിന്റെ പ്രവൃത്തിയാണ് ഇവിടെ വിളിച്ചത് അല്ലെ. മനേഷ് രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു സൈനികനായതുകൊണ്ടാണ് എന്റെ മനേഷിനെ വിളിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മനസ്സിലുണ്ടാവും. അത് എനിക്ക് നൽകാനുള്ള ആദ്യത്തെ അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഉപദേശങ്ങളും കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ആദ്യം ഒരു ഉപദേശം ഞാൻ കൂടെ പറഞ്ഞു. എനിക്ക് കിട്ടിയ ശൗര്യചന്ദ്ര അവാർഡ് അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീമതി പ്രതിഭ പട്ടേലിയാണ് എന്റെ അവാർഡ്. പക്ഷേ എനിക്ക് 3 അവാർഡ് കിട്ടി. അതിന് പറ്റിയ വിലമതിക്കാനാത്ത അവാർഡ് 3 അവാർഡ്. ആ ഒരു അവാർഡ് ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിച്ച് ഗുരുക്കന്മാർ. ഏറ്റവും ആദ്യം കിട്ടിയത് നമ്മൾ അന്ന് രാഷ്ട്രപതി ഭവനിൽ ഞാൻ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അത് വാളിൽ ഒരു ഫോട്ടോ കണ്ടു. എനിക്ക് തോന്നുന്നത് ഈ കോളേജിന്റെ ഓരോ അവസരങ്ങളിൽ ഫോട്ടോ ഉണ്ടാവും. അതാണ് മൺ പറഞ്ഞു പോയ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം സാറായിരിക്കുമെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ സാറിന് കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. സാർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പണം കൊണ്ടായിരിക്കാം 2012 മടൂർ സരസ്വതി പുരസ്കാരം ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന് മടൂർ പുരസ്കാരം എനിക്കുമായിരുന്നു. അത് സാറിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമാകാൻ ഒരു ഭാഗ്യം. അത് പുരസ്കാരമാകാൻ വേണ്ടി പോയപ്പോൾ സാർ പറഞ്ഞു, നിങ്ങളുടെ ബയോഡേറ്റ എനിക്ക് വേണം. ഞാൻ ചിന്തിച്ചു, സാർ എന്തിനാണ് എന്റെ ബയോഡേറ്റ വാങ്ങുന്നത്? അത്രയും വലിയ മഹാനായ ഒരു മനുഷ്യൻ എന്റെ ബയോഡേറ്റ എന്തിനാണ് വാങ്ങുന്നത്? പക്ഷെ എന്നെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 7 നേരക്കാലം ഇന്നോവേഷൻ സാർ വന്നപ്പോൾ അതിന്റെ അടുത്ത് എന്റെ വീട് അതിന്റെ അടുത്താണെന്ന് പറഞ്ഞ് കുടുംബസമേതം പഠിപ്പിച്ചു. അങ്ങനെ എന്റെ കുടുംബസമേതം പോയി
എന്റെ മകനോട് പറയാൻ ഇതിന്റെ വലിയ അറിയില്ല, പിന്നീട് നമുക്ക് ഇത് കാണിച്ചിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് എന്റെ മകനോട് ഞാൻ പറയാം. അന്ന് സാറിന്റെ കൂടെ ഇരുന്ന് ഒരു കപ്പ് കോഫി കഴിക്കാനും 10 മിനിറ്റ് സംസാരിക്കാനും സാറിന് എനിക്ക് ഒരു പുസ്തകം സമ്മാനിച്ചു. അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ അവാർഡ്. പിന്നെ മൂന്നാമത്തെ അവാർഡ്, രണ്ടാമത്തെ അവാർഡ് പറഞ്ഞു പുലിക്കന്മാർക്ക് കൊടുക്കണം. മൂന്നാമത്തെ അവാർഡ് അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ആരും ജീവിച്ചിരുന്നിട്ട് കാര്യം. നമ്മുടെ മാതാപിതാക്കൾ എത്രയോ സ്വപ്നം കണ്ടുകൊണ്ട് ഈ കേരളത്തിന്റെ ഏതോ കോണിലുള്ള നിങ്ങളൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാം ഇല്ലായ്മയിൽ നിന്ന് സകലശക്തിയോടുകൂടി നിന്ന് എന്റെ മക്കൾക്ക് അതില്ലെങ്കിൽ അവരുടെ കഴിവ് നഷ്ടപ്പെടരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ സാധിക്കുക? നിങ്ങൾ കൊടുക്കേണ്ടത് അവർ കണ്ട സ്വപ്നം അല്ല, നിങ്ങൾ കണ്ട സ്വപ്നം പൂവണിയിച്ചുകൊണ്ട് ഉയരങ്ങളിൽ എത്തി എല്ലാവരും അവരോട് പറയണം, നിങ്ങളുടെ മക്കളാണ് അല്ലെ മകളാണ് ഇന്ന് ഈ നിലയിലെത്തിയത് എന്ന് പറയുമ്പോഴുണ്ടാവുന്ന അഭിമാന നിമിഷം, ആ അഭിമാന നിമിഷമാണ് കൊടുക്കേണ്ടത്. ആ അഭിമാനം കൊടുക്കാൻ സാധിച്ച ഒരു മകൻ എന്ന രീതിയിൽ അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ മുന്നിൽ. രാഷ്ട്രപതി ഭവനിൽ ശൗര്യചക്ര വാങ്ങാൻ വേണ്ടി എന്റെ അമ്മയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് എന്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റും അതേപോലെ മറ്റുള്ള എല്ലാവരും അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ചെയ്ത പ്രവൃത്തി എന്നത് അത്യുത്തമമുള്ളതാണ്. ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ പ്രവർത്തനം മറ്റാരും ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മയെ അഭ്യസിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ അങ്ങനെ നിന്നു. അമ്മ അതുവരെ എന്നോട് മിണ്ടാതെ നിന്ന അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്ന അമ്മ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ പകച്ചു നിന്നപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വീണ്ടും ഞാൻ ഹോട്ടൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണെന്നും മിണ്ടാതെന്ന് ചോദിച്ചപ്പോ എന്റെ ഇടനെഞ്ചിലേക്ക് അമ്മ ഇങ്ങനെ ചാടി നിന്ന് അമ്മയുടെ ഒരു കണ്ണുനീര് എന്റെ നെഞ്ചിൽ സ്പർശിച്ചു. ഒരു മാതാവിന്റെ ഒരു കണ്ണുനീര്, അത് ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, നിനക്ക് ജന്മം നൽകാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു മോനെ. എനിക്ക് നൽകാനുള്ള ഈ 3 ഉപദേശങ്ങൾ, ഈ 3 ഉപദേശങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിപാലിക്കാൻ പരിപാലിക്കുക. അതുകൊണ്ട് ഈ ലോകത്ത് പല കാഴ്ചകളും നെഗറ്റീവായിട്ടുള്ള പല കാഴ്ചകളും കാണും. ആ കാഴ്ചകളുടെ പിന്നിൽ പോയാൽ നിങ്ങളുടെ ജീവിതം ലക്ഷ്യബോധത്തിലെത്തില്ല. ലക്ഷ്യത്തിലെത്തി പ്രയാണിക്കുക. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റിൽ കാണുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ കൊണ്ട് സെലൂട്ട് ചെയ്യും. അത് ഞാൻ പോയ ഇന്ന് സ്കൂളിലെ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ എന്റെ പ്രിയപ്പെട്ട മകളാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരുന്ന അഭിമാന നിമിഷം നിങ്ങളെ സാക്ഷാത്കരിച്ച് തരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എന്നെ ഇത്ര സമയം ശ്രമിച്ച നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ പറഞ്ഞ പോസിറ്റീവ് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങൾക്ക് ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള തിരിച്ചുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭ ദിന ആശംസകളും അതേപോലെ തന്നെ ശുഭാപ്തി വിശ്വാസങ്ങളുടെ ആശംസകളും ഉയരങ്ങളിൽ എത്താനുള്ള ഒരു പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.